സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ അങ്ങനെ സ്റ്റേജിൽ അത്ര കോമൺ ആയിട്ട് കയറി നിന്നിട്ടുള്ള ഒരാളല്ല. എന്റെ കോളേജിൽ ഞാനൊരു കസേര പിടിച്ചിടാൻ പോലും സ്റ്റേജിൽ കയറിയിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് ഞാൻ ഇതിനു മുന്നേ ഇവിടെ ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ BBA ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ഫെസ്റ്റിന് വന്നിട്ട് ഇതുപോലെ കളക്ഷൻ എടുക്കാനൊക്കെ വന്ന് ബാക്കിലൊക്കെ നിന്ന്. അപ്പൊ ഇന്ന് ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോ എനിക്ക് വേറെ ഒന്നും പറയില്ല. എന്തായാലും വന്നപ്പോ നല്ല ലീഗലായിട്ട് ഇവിടെ നിന്ന് എല്ലാവരെയും നോക്കിയിട്ട് പോവാ. പിന്നെ നിങ്ങളോടൊക്കെ എന്താ പറയേണ്ടതെന്നറിയോ? ഞാനിവിടെ വന്നിട്ട് നിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടിരിക്കും. ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ ഉഴപ്പി 3 വർഷത്തെ എന്റെ BBA കോഴ്സ് ഒരു 4-4.5 വർഷം കൊണ്ട് തീർന്നു. കോളേജിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഫാക്കൽറ്റി ആരും ചിരിക്കുന്നില്ല. എന്തായാലും ഇവിടെ ഇത്രയും വലിയൊരു ഫംഗ്ഷന് ഇന്ന് കൾച്ചറൽ ഈവൻസ് നടക്കുന്ന ദിവസം തന്നെ ഗസ്റ്റായിട്ട് വരാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എന്റെ സിനിമകളെല്ലാവരും കാണണം. ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് അറിയില്ല ഇവിടെ നിന്നിട്ട്. എന്തായാലും എന്നെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വിളിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതും എന്റെ വലിയൊരു ഫ്രണ്ടാണ്. അപ്പൊ അത് വിളിച്ച് പറഞ്ഞപ്പോ നോ പറയാൻ എനിക്ക് വേറെ ഒരു വഴിയില്ല. അപ്പൊ ഇവിടെ എത്തി. താങ്ക്സ് എ ലോട്ട്. പിന്നെ ഇവിടെ എനിക്ക് തന്ന ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ കാശ് കൊടുത്ത് പറയുന്നില്ല കേട്ടോ. താങ്ക് യു. ആക്ടിങ്ങും നന്നായിട്ട് ചെയ്യും. ഞങ്ങൾ സോൾട്ടും പെപ്പറും ട്രാഫിക്കും ഒക്കെ നന്നായി കണ്ടവരാണ്. So now I would ask Sriraj to present the memento to Mr. Asif Ali. ഇപ്പം ഇവിടെ ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആസിഫ് അലിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. ഇറ്റ്സ് എ റെഡിമെയ്ഡ് അവസരം ഫോർ ഓൾ ഓഫ് യു പീപ്പിൾ ഹു stand here. Does anybody have any questions? Does anybody have any questions to Asif Ali? It's Arun. ഇപ്പോഴൊരു കൈ അകലത്ത് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഒന്നുമില്ല, ഞാൻ കുറെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ബിഗ് ഫാൻ ഓഫ് യുവേഴ്സ്. താങ്ക് യു. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഗേൾസിനും പറയേണ്ട ഒരു കാര്യം ഉണ്ടാവുള്ളൂ. ആർ യു സിംഗിൾ? സിംഗിൾ. റെഡി ടു മേക്ക് ഇനി റിലീസ് ആവുന്നത് സിബിമലയിൽ തന്നെ ഡയറക്ട് ചെയ്യുന്ന ഒരു ഫിലിമാണ് ഉന്നം എന്ന് പറഞ്ഞത്. അതിന്റെ ഷൂട്ടാണ് ഇപ്പൊ നടക്കുന്നത്. ഇതാണ് ഒരുപാട് പ്രൊജക്ട്സ് ഒന്നും ഇല്ല, എന്നാലും കുറച്ച് നല്ല പ്രൊജക്ട്സ് ഉണ്ട്. പിന്നെ സാർ, ഞങ്ങളുടെ കോളേജിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എക്കോ ഫ്രണ്ട്ലി, റബ്ബർ തോട്ടത്തിൽ നടക്കുക. ഞാൻ എന്റെ +2 അല്ല എന്റെ 10th കഴിഞ്ഞപ്പോ എന്നെ എഞ്ചിനീയർ ആക്കണം എന്നായിരുന്നു എന്റെ പാരന്റ്സിന് ഏറ്റവും വലിയ ആഗ്രഹം. 10th കഴിഞ്ഞപ്പോ എനിക്ക് ഒരു സ്കൂളിലും സയൻസിന് അഡ്മിഷൻ കിട്ടില്ലെന്ന് മനസ്സിലായി. പിന്നെ അവരാ ഒരു സെക്ഷനൊക്കെ മാറ്റി വെച്ചു. അപ്പോ എന്റെ ലിസ്റ്റിലുണ്ടായിരുന്ന കുറച്ച് കോളേജുകളിൽ ഒന്നാണ് SMS. എന്റെ അടുത്ത് പറഞ്ഞാൽ SMSൽ വിടണം. SMS എന്നൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് MBAക്ക് SMSൽ കളമശ്ശേരി ചേർക്കും എന്ന് പറഞ്ഞു. അപ്പൊ BBA കഴിഞ്ഞപ്പോ MBAക്ക് വിടണ്ടെന്ന് തോന്നി. പിന്നെ വൺ മോർ ഈ ഇരിക്കുന്ന ഗേൾസിൽ ആരെങ്കിലും സെലക്ട് ചെയ്യാൻ പറഞ്ഞു, ആരും സെലക്ട് ചെയ്യും? ഞാൻ വന്നിറങ്ങിയതല്ലേ ഉള്ളൂ.
കമ്മിങ് ഇത്രയും ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിൽ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയൊക്കെ സംസാരിച്ചതിൽ വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ഞാൻ അങ്ങനെ സ്റ്റേജിൽ അത്ര കോമൺ ആയിട്ട് കയറി നിന്നിട്ടുള്ള ഒരാളല്ല. എന്റെ കോളേജിൽ ഞാനൊരു കസേര പിടിച്ചിടാൻ പോലും സ്റ്റേജിൽ കയറിയിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് ഞാൻ ഇതിനു മുന്നേ ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ BBA ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ഫെസ്റ്റിന് വന്നിട്ട് ഇതുപോലെ കളക്ഷൻ എടുക്കാനൊക്കെ വന്ന് ബാക്കിലൊക്കെ അപ്പൊ ഇന്ന് ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എന്തായാലും വന്നപ്പോ നല്ല ലീഗലായിട്ട് ഇവിടെ നിന്ന് എല്ലാവരെയും നോക്കിയിട്ട് പോവാ. പിന്നെ നിങ്ങളോടൊക്കെ എന്താ പറയേണ്ടതെന്ന് എനിക്ക് ഞാനിവിടെ വന്നിട്ട് നിങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇവിടെ കെട്ടിയിട്ടിരിക്കും. ഞാനും അത്യാവശ്യം നല്ല രീതിയിൽ ഉഴപ്പി 3 വർഷത്തെ എന്റെ BBA കോഴ്സ് ഒരു 4-4.5 വർഷം കൊണ്ട് തീർന്നു കോളേജിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ ഫാക്കൾട്ടി ആരും ചിരിക്കുന്നില്ല. എന്തായാലും ഇവിടെ ഇത്രയും വലിയൊരു ഫംഗ്ഷന് ഇന്ന് കൾച്ചറൽ ഈവൻറ്റ്സ് നടക്കുന്ന ദിവസം തന്നെ ഗസ്റ്റായിട്ട് വരാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ സിനിമകളെല്ലാവരും കാണണം. ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് അറിയില്ല ഇവിടെ നിന്നിട്ട്. എന്തായാലും എന്നെ ഇങ്ങനൊരു ഫംഗ്ഷൻ വിളിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അത് എൻ്റെ വലിയൊരു ഫ്രണ്ടാണ്. അപ്പൊ അത് വിളിച്ച് പറഞ്ഞപ്പോ നോ പറയാൻ എനിക്ക് വേറെ ഒരു വഴിയില്ല. അപ്പൊ ഇവിടെ എത്തി. താങ്ക്സ് എ ലോട്ട്. പിന്നെ ഇവിടെ എനിക്ക് തന്ന ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ കാശ് കൊടുത്ത് പറയിച്ചല്ല കേട്ടോ. താങ്ക് യു. ആക്ടിങ്ങും നന്നായിട്ട് ചെയ്യും. ഞങ്ങൾ സോൾട്ടും പെപ്പറും ട്രാഫിക്കും ഒക്കെ നന്നായി കണ്ടവരാ. So now I would ask Sriraj to present a memento to Mr. Asif Ali. ഇപ്പം ഇവിടെ ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആസിഫ് അലിനോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. ഇറ്റ്സ് എ റെഡിമെയ്ഡ് അവസരം ഫോർ all of you people who stand here. Does anybody have any questions? Does anybody have any questions to Asif Ali? It's Arun. ഇപ്പോഴും ഒരു കൈ അകലത്ത് നിൽക്കുന്നതായിരിക്കും നല്ലത്. ഒന്നുമില്ല, ഞാൻ കുറെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ബിഗ് ഫാൻ ഓഫ് യുവേഴ്സ്. താങ്ക് യു. എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ ഗേൾസിനും ഇപ്പൊ പറയേണ്ട ഒരു കാര്യം ഉണ്ടാവുള്ളൂ. ആർ യു സിംഗിൾ? റെഡി ടു മിങ്കിൾ. ഇനി റിലീസ് ആവുന്നത് സിനിമലയിൽ തന്നെ ഡയറക്ട് ചെയ്യുന്ന ഒരു ഫിലിമാണ് ഉന്നം എന്ന് പറഞ്ഞാൽ. അതിന്റെ ഷൂട്ടാണ് ഇപ്പൊ നടക്കുന്നത്. ഇതാണ് ഒരുപാട് പ്രൊജക്ട്സ് ഒന്നും ഇല്ല, എന്നാലും കുറച്ച് നല്ല പ്രൊജക്ട്സ് ഉണ്ട്. പിന്നെ സാർ, ഞങ്ങളുടെ കോളേജിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എക്കോ ഫ്രണ്ട്ലി, റബ്ബർ തോട്ടത്തിന് നടക്കുക. ഞാൻ എന്റെ +2 അല്ല എന്റെ 10th കഴിഞ്ഞപ്പോ എന്നെ എഞ്ചിനീയർ ആക്കണം എന്നായിരുന്നു എന്റെ പാരന്റ്സിന് ഏറ്റവും വലിയ ആഗ്രഹം. 10th കഴിഞ്ഞപ്പോ എനിക്ക് ഒരു സ്കൂളിലും സയൻസിന് അഡ്മിഷൻ കിട്ടില്ലെന്ന് മനസ്സിലായി. പിന്നെ അവർ ഒരു സെക്ഷനൊക്കെ മാറ്റി വെച്ചു. അപ്പോ എന്റെ ലിസ്റ്റിലുണ്ടായിരുന്ന കുറച്ച് കോളേജുകളിൽ ഒന്നാണ് SMS. എന്റെ അടുത്ത് പറഞ്ഞാൽ SMSൽ വിടണം. SMS എന്നൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് MBAക്ക് SMSൽ കളമശ്ശേരി ചേർക്കും എന്ന് പറഞ്ഞു. അപ്പൊ BBA കഴിഞ്ഞപ്പോ MBA എനിക്ക് വിടണ്ടെന്ന് തോന്നി.
പിന്നെ ജസ്റ്റ് വൺ മോർ ചോയ്സ്. ഈ ഇരിക്കുന്ന ഗേൾസിൽ ആരെങ്കിലും സെലക്ട് ചെയ്യാൻ പറഞ്ഞു, ആരും സെലക്ട് ചെയ്യും? ഞാൻ വന്നിറങ്ങിയതല്ലേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇത്രയും ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിൽ ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയൊക്കെ സംസാരിച്ചതിൽ വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.